ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരാർപ്പിതമായി ചെയ്യുക. ഈശ്വരനാണ് എല്ലാ കർമ്മങ്ങളുടെയും കർത്താവ്. ഈശ്വരൻ തന്നെയാണ് ഓരോരുത്തർക്കും എന്ത് ഫലം വേണമെന്ന് നിശ്ചയിക്കുന്നത്. കർത്തരാജ്ഞയാ പ്രാപ്യതേ ഫലം. കർത്താവിൻ്റെ ആജ്ഞ പോലെയാണ് ഓരോരുത്തർക്കും ഫലം ഉണ്ടാകുന്നത്. കർത്താവ് എന്ത് തീരുമാനിക്കുന്നു എന്ന് അറിയുവാനുള്ള ബുദ്ധി നമുക്കില്ലാത്തതുകൊണ്ട്, അറിവില്ലാത്തതുകൊണ്ട് ആഗ്രഹിക്കാതിരിക്കുക. അപ്പം അതിനെ അസംഗനായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറയും. ഇങ്ങനെ അസംഗനായി കർമ്മം ചെയ്യുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം, കർമ്മമാലിന്യങ്ങളെല്ലാം, ഒരു നദി ഒരു ദുഷിച്ച പ്രദേശത്തു കൂടെ ഒഴുകുമ്പോൾ ആ ദുഷിച്ച പ്രദേശത്തിലെ അഴുക്കുകൾ മുഴുവനും അടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ നിസ്സംഗ കർമ്മം കൊണ്ട് ഉള്ളിൽ നിന്നും കർമ്മമാലിന്യങ്ങൾ പോയി ഉള്ളം വൃത്തിയാകും. അങ്ങനെ ഉള്ളം വൃത്തിയാകുമ്പോൾ ഈശ്വരനെ നമുക്ക് നേരിൽ കാണാം. ഇതിനെ ഒരു കഥാർസിസ് എന്നോ പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സ് എന്നോ ഒക്കെ പറയാം. ഉള്ളം ശുദ്ധീകരിക്കുന്ന വിദ്യയാണത്. ഉള്ളം ശുദ്ധീകരിക്കാൻ ഇതിനേക്കാളും വലിയൊരു വിദ്യയില്ല എന്നുള്ളതാണ്. നിസ്സംഗമായിട്ട് സംഘമില്ലാതെ കർമ്മം ചെയ്യുക.